നിന്നെയും വിളിപ്പിക്കുന്നുണ്ട്. ബിജോയ് മാത്യു എങ്ങനെയാ മരിച്ചതെന്നറിയാൻ. ബാക്കിയുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ മതി. മോൻ വന്നിട്ട് കുറച്ച് സമയമായോ? സോറി. അമ്മച്ചി, എന്റെ അപ്പച്ചി എങ്ങനെ മരിച്ച അമ്മച്ചി? അമ്മച്ചി കൊന്നാണോ? സർ. ജസ്റ്റിൻ, നമ്മുടെ വിങ്ങിലെ ഒരു വനിതാ ടീം കൂടി വേണം. ചില സന്ദർഭങ്ങളിൽ അവരെ കൂടെ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റൂ. ശരിയാണ് സർ. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് SIയെയും 2 കോൺസ്റ്റബിൾമാരെയും അറേഞ്ച് ചെയ്യാം. അത് പോരാ ജസ്റ്റിൻ. കോഴിക്കോട് നിലവിലുള്ള സ്മാർട്ട് വനിതാ SIമാരുടെ ലിസ്റ്റ് കളക്ട് ചെയ്യണം. സാർ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയട്ടെ. പറയ്. നമുക്ക് നമ്മുടെ കുട്ടിമാളിനെ ഇറക്കിയാലോ? That's good. Then immediately call Kuttimalu. ഇവിടെ ഇത്തിരി കുഴഞ്ഞു കിടക്കുക കാര്യങ്ങൾ. ഒരു സമാധാനം കിട്ടുന്നില്ല. പോലീസുകാരുടെ കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അവരെന്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ നമ്പറിൽ മാത്രമേ വിളിക്കാവൂ. ബാക്കി എല്ലാ നമ്പറും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സർ, അവള് കുറെ നേരമായി ഫോണിലാണ് സർ. ആരെയൊക്കെ മാറി മാറി വിളിക്കുക. സർ, ജസ്റ്റിൻ സാറിന്റെ വിസിറ്റിന് ശേഷം അവൾക്ക് കുറച്ചൊക്കെ പേടി വന്നിട്ടുണ്ട്. പേടിയൊന്നുമല്ല, രക്ഷപ്പെടാനുള്ള പുതിയ പഴുതുകൾ തേടുകയാവും. പ്ലേ. നമ്പറിൽ നിന്ന് കുറെ നമ്പറിലേക്ക് അവൾ വിളിച്ചു.
ഇതാണ് സാർ ലിസ്റ്റ്. ഇത് കുറെ ഉണ്ടല്ലോ. ഇപ്പൊ അവൾ ആരെയാ വിളിച്ചത്? ഒന്ന് ട്രാക്ക് ചെയ്യും. ഡോളിയുടെ ബ്രദറാണ് ടോണി. അവൾ ഏത് നമ്പറാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? ആ നമ്പർ ട്രാക്ക് ചെയ്യൂ. ടവർ വഴി ഞങ്ങൾ അത് ലൊക്കേറ്റ് ചെയ്തു സർ. ഡോളിയുടെ പേരിൽ അങ്ങനെ ഒരു ഫോൺ ഇല്ല. 9847032156 ഇതാണ് സാർ നമ്പർ. എന്താ സേവിയറെ, സുഖാണോ? കിടക്കാൻ ഒരു ഷീറ്റ് പോലും കിട്ടിയില്ല സാറേ. നീ അതിലെങ്ങാനും കെട്ടി തൂങ്ങി ചത്ത ഞങ്ങൾ തൂങ്ങിപ്പോകത്തില്ലേ? അതാ മോനെ. ഹാ ദേ, ഇത് ഡോളി വിളിച്ചു കൂട്ടിയ നമ്പറുകളാ. വന്നതെല്ലാം ഒരേ നമ്പറിൽ നിന്ന്. 9847032156. ഇതവളുടെ രഹസ്യ നമ്പറാ. അവളിത് 10 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീയും ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നത് വരെ. പറമോനെ, ഇതാരുടെ ഈ നമ്പർ? എനിക്കറിയില്ല സാറേ. നിനക്ക് മാത്രമേ അതറിയൂ. നീ അത് പറയുകയും ചെയ്യും. സത്യമായിട്ടും എനിക്ക് അറിയില്ല സാറേ. ഇങ്ങോട്ടാ. ഈ ടെലിഫോൺ ബില്ല് ആരുടെയാ? പറടാ. അത് എന്റെ പേരില്ല. ആഹാ, അപ്പോ നിനക്കറിയാല്ലേ? എങ്കിൽ പറ, ഈ സിം ആരുടെയാ? സത്യമായിട്ടും സാറന്മാരെ, അതെനിക്കൊരു ഓർമ്മപ്പശ സംഭവിച്ചതാ. അത് ശരിയാ. ഞങ്ങളുടെ കസ്റ്റഡിയിൽ വന്നാൽ ആർക്കും പെട്ടെന്ന് ഓർമ്മ പോകും. എന്താ ചെയ്യുക? എന്തിനാ ഇങ്ങനൊരു സിം അവർക്കെടുത്തു കൊടുത്തത്? സത്യമേ പറയാവൂ. പറയാം സാറേ, പറയാം. ഞങ്ങളുടെ റിലേഷൻ പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ ഒരു നമ്പർ വേണമെന്ന് ഡോളി പറഞ്ഞു. വീട്ടിലാരും അറിയാതിരിക്കാനാ, അതുകൊണ്ട് വാങ്ങിയതാ. എന്നിട്ട് രഹസ്യമായിട്ട് അവള് 15 പേരെയാ ഈ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാടാ? നിന്റെ ഫോണാ, എന്നാ വച്ചോ. പിടിക്കടാ. നീ ചതിക്കപ്പെട്ട ഒരാളാ, ഞങ്ങൾക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച ഞാൻ നിന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരും. സാർ, നിന്നെ ഞങ്ങളിപ്പോൾ വിടുക. നീ പോയിക്കോ. പക്ഷേ ഒന്നും സംഭവിക്കാത്ത പോലെ നീ ഡോളിയെ കാണണം. അവൾക്കൊരു സംശയത്തിനും ഇട കൊടുക്കരുത്. ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ കളി വീണ്ടും മാറും. നീ വീണ്ടും അകത്താവും. പോയിക്കോ. താങ്ക് യു സാർ. സർ, ഇവനെ വിടുന്നത് അപകടമാവില്ലേ? ഹേയ്, നമുക്ക് അവനിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? ഇനി അവനെ പുറത്തു വിട്ടാ ഡോളിയുടെ നീക്കങ്ങൾ നമുക്കറിയാൻ പറ്റും. അത് വേണം. ബട്ട് വൺ തിങ്, ഹി മസ്റ്റ് ബി അണ്ടർ യുവർ റഡാർ. ഷുവർ സർ. ചേട്ടാ, ടോണിയുടെ വീട് എവിടെയാ? ഏത് ടോണിയാ? വലിയ വീട്ടിൽ ടോണി. അത് ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോയാ ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം ഉണ്ടോ ചേട്ടാ? ഓട്ടോ പോകേണ്ട ആവശ്യമില്ല, നേരെ പോയാൽ മതി. നടക്കാനുള്ള ദൂരം ഉള്ളൂ. ചായ പറ. ചേട്ടാ, 2 സ്ട്രോങ് ചായ. എവിടുന്നാ?
ഇത്തിരി ദൂരെ നിന്നാ. നമുക്ക് ആ ടോണി ഒന്ന് കാണുന്നതായിരുന്നു. കൂടത്തായിലെ ആ ഡോളിയുടെ ബ്രദർ. ഓ, തോമസിന്റെ മകനെന്ന് പറ. ആ, അവനൊന്നും ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. കിഴക്കോട്ട് പോകുമ്പോൾ ആ വലതുവശത്തെ 4ാമത്തെ വീടാ. അവിടെ നിന്ന് വലത്തു. ആ വലത്തോട്ട്. ടോണിയുടെ വീടല്ലേ? ആരാ മനസ്സിലായില്ല. ടോണി ഒന്ന് കാണാൻ വന്നതാ. ടോണി പറമ്പിലേക്ക് പോയേക്കുവാ. ഞാൻ ഇച്ചാനെ വിളിക്കാം. ഇച്ചായ, ദേ രണ്ടുപേര് കാണാൻ വന്നിരിക്കുന്നു. ഒന്നിങ്ങ് വന്നേ. ആരാ? എവിടെന്നാ? തൊടുപുഴയെന്നാ. ടോണി ഒന്ന് കാണാനാ. എന്നാ കാര്യം? ഇവിടെ എവിടെ ഒരു എസ്റ്റേറ്റ് കൊടുക്കാണ്ടെന്ന് കേട്ടു. ഹ, അതൊക്കെ ടോണിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ കയറിയിരിക്കെ, ടോണി ഇപ്പൊ വരും. ഇല്ല, ഇരിക്കുന്നില്ല. കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. അതിനെന്താ മോളെ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്തേ മോളെ. ഞങ്ങള് തോമസേട്ടനെ അറിയും. അതെങ്ങനെ? ഡോളി പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, ഡോളിക്ക് ഞങ്ങളെ മുതലാളിയായിട്ട് ചില ബിസിനസ്സൊക്കെ ഉണ്ട്. അവൾ ആള് മിടിമിടിക്കുക. അല്ലേലും അവക്ക് ഇച്ചിരി മിടുക്ക് കൂടുതലാ. അത് നല്ലതല്ലേ? ഞങ്ങളുടെ മുതലാളിക്ക് ഭയങ്കര ഇഷ്ടാ ഡോളിയെ. എന്ത് വിചാരിച്ചാലും അവക്ക് അപ്പം നടക്കണം. നമ്മളെങ്ങാനും എതിർത്ത പിന്നെ അവക്ക് കണ്ണു കാണത്തില്ല. അതെ, എന്റെ 6 മക്കളിൽ 5ാമത്തേതാ. ഇടവളല്ലേന്ന് കരുതി ഇച്ചിരി കൂടുതൽ ലാളിച്ചു പോയി. അതിന്റെ ഈ കഴിഞ്ഞ ആഴ്ച വന്നു, പതിവ് പോലെ അടി വെച്ചാ പോയത്. കൊല്ലെന്തിനോന്നൊക്കെ വിളിച്ചു പറയും. ഓ, ചുമ്മാതാ, ഒന്നും ചെയ്യാല. ആള് ഭയങ്കര സാധു. സാധുവോ? എന്ത് സാധു? അവളോട് അടുത്താൽ അറിയാം. മരുമോളാ, ടോണിയുടെ ഭാര്യ. ആ, ആ ഡോളി ഇവളും കണ്ട കീരിയ ബാബു പോരാ. അതവളുടെ സ്വഭാവം കൊണ്ടാ. പേരും കള്ളിയാ. ഓരോ തവണ വരുമ്പോഴും അവൾ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചോണ്ട് പോവും. എടി, അവള് പിന്നെ എന്റെ മോളല്ലേ, അവക്ക് കാറ്റ് നിന്റെ തന്തോണ്ടി കൊടുക്കൂ. ഇതാ അപ്പന്റെ കുഴപ്പം. ഡോളിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അപ്പന്റെ സ്വഭാവം മാറും. ഓ എടി, അവളെ ജീവിക്കാൻ പഠിച്ചോളാം. പിന്നെ കാണുന്നവന്റെ ഒക്കെ കൂടെ പോയി സമ്പാദിക്കാനാണെങ്കിലേ ഞാനൊക്കെ എത്രയോ സമ്പാദിച്ചു കൂട്ടിയേനെ. ഓ, ഒന്നും ഉണ്ടായിരടി. അവനങ്ങ കേട്ടത് എന്റെ വായിൽ പല്ല് കാണത്തില്ല. എന്നതാടി നിന്റെ ശബ്ദം അങ്ങ് 2 കിലോമീറ്റർ അപ്പുറത്ത് കേട്ടല്ലോ. ഇവിടെ കിടന്ന് ചിലക്കാണ്ട് കേറി പൊടി. ആ എടാ, ഇവര് നിന്നെ കാണാൻ വന്ന. തൊടുപുഴയെന്ന് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് നിങ്ങളാണോ? അതെ. ആ, ഇവിടെ ഒരു എസ്റ്റേറ്റ് വിൽക്കാണ്ടെന്ന് അറിഞ്ഞു. ആ ഉണ്ട്. പക്ഷേ ഇത്തിരി വില കൂടും. ഒരു 1.5 CR വരും. വില അങ്ങേർക്ക് ഒരു പ്രശ്നമേ അല്ല. കാര്യം നടന്നാൽ മതി. പക്ഷേ ആ എസ്റ്റേറ്റിൽ ഭയങ്കര പട്ടിശല്യാന്ന് കേട്ടു. ഏയ്, അത് ചുമ്മാ വെറുതെ പറയുന്നതാ. ഈ ബ്രോക്കർമാർ പറഞ്ഞു പരത്തുന്നതാ. അഥവാ ഉണ്ടെങ്കിലും ടോണി ഒന്ന് സഹായിച്ചാൽ മതി. പട്ടിയെ കൊല്ലാനുള്ള ഭാഷാണ് ഇത്തിരി ടോണി സംഘടിപ്പിച്ച് തന്നാ മതി. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. മുതലാളി അത് എടുത്തു പറഞ്ഞു. ടോണി ഏൽക്കണം, ഇല്ലെങ്കിൽ വാങ്ങണ്ടെന്നും പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ടെന്നേ, നമുക്ക് ശരിയാക്കാന്നേ. മുതലാളി പറഞ്ഞേക്കാൻ പറഞ്ഞു. ഡോസ് കൂടി സാധനം തന്നെ വേണമെന്ന്. അതെന്നെത്തിനാ? അതെ, അങ്ങേർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരെണ്ണത്തിനെ കാച്ചണമെങ്കിൽ തന്നെ അപ്പൊ പാഷാണന്തരക്ക് നടക്കണ്ടല്ലോ. ഡീല് നടന്നാ ഞാനെല്ലാം ശരിയാക്കി തരാന്നേ. പിന്നെ ആളെ കൊന്നാ സാധനം തന്നത് ഞാനന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഏയ്, അതൊന്നും പുള്ളി പറയത്തില്ല. വർക്കത്തുള്ളവനാ. നമുക്ക് സ്റ്റോക്ക് ഇട്ടുന്ന സാധനേ ആ പട്ടി വിഷം ഒന്ന് കാണാൻ പറ്റുമോ? ആദ്യം ലാൻഡ് കാണുക, അത് ഇഷ്ടപ്പെട്ട അഡ്വാൻസ്, പിന്നെ പട്ടിപക്ഷം. അത് പറ്റില്ല ടോണി.
മുതലാളിക്ക് ഇത് നിർബന്ധം. ഇല്ലെങ്കിൽ എസ്റ്റേറ്റ് വാങ്ങണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കുടുംബപരമായി പട്ടി എന്ന് പറഞ്ഞ ദേഷ്യ. ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പട്ടിവേഷം കാണണം. ടോണി, ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ സംഭവം നടന്നാൽ ഇത് നിനക്ക് ലോട്ടറിയാ. പട്ടിവിഷത്തിന്റെ പേരിൽ ഇത് തട്ടിക്കളയണോ? ഒരു കാര്യം ചെയ്യ്, വാ കാണിക്കാം. വാ കേറ്. എന്നാ ഇതാണ് സാധനം. ഇത് കണ്ട മുതലാളി വിശ്വസിക്കുന്നു തോന്നുന്നില്ല. ഇത് ഒരുമാതിരി കാടിവെള്ളം പോലെ ഉണ്ടല്ലോ. ദേ ജോണിയെ ഫ്രോഡ് കാണിക്കും, പക്ഷെ ബിസിനസ്സിൽ ചീറ്റിംഗ് ഇല്ല. നീ എന്നതാടി ഒരു മുന്നറിയിപ്പില്ലാതെ? കൂടത്തായി മുഴുവൻ പോലീസ് കയറി ഇറങ്ങി നിരങ്ങുവാ. ഒരു തെണ്ടി ഇന്നലെ വീട്ടിൽ കയറി വന്നായിരുന്നു. ഞങ്ങൾ ഇറങ്ങാനേ. ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. അവരാരാ? അവര് എസ്റ്റേറ്റ് കാണാൻ വേണ്ടി വന്ന. എന്നാടി, നിനക്ക് അവരെ അറിയോ? പറയടി, ആരാ അവര്? പോലീസ്. ഓക്കെ. സർ, അവര് നിങ്ങളെ ശരിക്കും തിരിച്ചറിഞ്ഞോ? അവൾ ആ നേരം അവിടെ വന്ന് കയറുന്നു ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി പ്രതീക്ഷിക്കണം. അവളും ക്ലവറായി നീങ്ങി തുടങ്ങി. മീഡിയക്കാർക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കണ്ട. നാളെ ഞാൻ DGP കാണും. പിന്നെ നമ്മൾ ഒറ്റ പോക്ക, വിത്ത് മിനിമം കാഷ്വാലിറ്റി. സർ. തനിക്കറിയാലോ, ഈ പള്ളിപ്പരിപാടി ഇത്തിരി സെൻസിറ്റീവാ. കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റി കൂടും. അതുകൊണ്ട് ഈ ചർച്ച് കാര്യം മുഴുവനും SP സാമുവൽ ജോൺ ലീഡ് ചെയ്യട്ടെ. അയാളാകുമ്പോൾ സമുദായം പറഞ്ഞ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആൾക്കാർ വരില്ല. യു ഗോട്ട് ഇറ്റ് സർ? അതുകൊണ്ട് കല്ലറ വിളിക്കുമ്പോൾ അവിടെ ലീഡ് ചെയ്യാൻ അയാൾ ഉണ്ടായിരിക്കണം. ഷുഡ് ആൻഡ് മസ്റ്റ്. ഐ ഗോട്ട് ഇറ്റ് സർ. അങ്ങനെ തന്നെ ആവാം. ഓക്കെ ഓക്കെ ഓക്കെ, then carry on.
ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉം. സാമുവൽ ജോൺ, അതെ നിങ്ങളാണോ ഇന്നലെ എന്നെ വിളിച്ചത്? അതെ തിരുമേനി, ഞാൻ വന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ. ആ, അറിയാം. നേരിൽ വന്ന് കണ്ട് അനുവാദം വാങ്ങിക്കാന്ന് കരുതി വന്നത്. ഓരോ പുതിയ രീതികൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് ശരിയാവത്തില്ല. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, ഇതിനു മുമ്പ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരേ ബോഡി എക്സാമിൻ ചെയ്യാൻ വേണ്ടി 2 വട്ടം കലറിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് അടക്കിയ ബോഡിക്കകത്ത് 2ാമത്തെ വട്ടം വെടിയുണ്ടയുടെ പാർട്സും കണ്ടെത്തി. കൊന്നവനെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പുതിയ രീതിയാണെന്നോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നടന്നു കാണും. എന്ന് വെച്ച് എന്നും അത് നടക്കണമെന്നില്ലല്ലോ. പിന്നെ ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള നിയമമുണ്ട്. മരിച്ചവരും വിശ്വാസികളായിരുന്നല്ലോ, അതും നമ്മൾ നോക്കണ്ടേ. സാഹചര്യ തെളിവുകളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വേണ്ടത് സയൻറ്റിഫിക് എവിഡൻസാണ്. അത് കിട്ടണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. തിരുമേനി സഹകരിക്കണം. ഞാൻ സഹകരിക്കുന്നതിൻ്റെ പ്രശ്നമല്ലല്ലോ മിസ്റ്റർ സാമുവൽ. സഭയുടെ നിയമം തിരുമേനി കണ്ണടച്ചിരുട്ടാക്കരുത്. കാനോൺ നിയമത്തിന് മുകളിലാണ് റൂൾ ഓഫ് ലോ. അത് അങ്ങേക്കും അറിയാവുന്നതല്ലേ. ഇത് ഗവൺമെൻറ് ഓർഡറാണ്, നമുക്ക് ഓപ്പൺ ചെയ്ത് പറ്റൂ. ഇതിപ്പം നിങ്ങളെല്ലാം തീരുമാനിച്ചു വന്ന പോലെയാണല്ലോ. ഒരു ചടങ്ങിന് എന്നെ കാണുന്നു. തിരുമേനി അങ്ങനൊന്നും ചിന്തിക്കണ്ട. വിശ്വാസത്തെയും സഭയെയും മാനിക്കുന്ന ആളാണ് ഞാൻ, അതുപോലെ തന്നെ സത്യത്തെയും. നിങ്ങൾ നിങ്ങളുടെ നടപടികളുമായി മുമ്പോട്ട് പോകും. എൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവത്തില്ല. താങ്ക് യു സോ മച്ച്. യെസ്. ഹലോ, 24 അല്ലേ? യെസ്. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരാണ്. ഞാൻ തിരിച്ചു വിളിക്കട്ടെ? വെയിറ്റ് ചെയ്യാൻ എനിക്ക് നേരമില്ല. എന്നാൽ പറഞ്ഞോളൂ. കൂടത്തായിലെ മരണങ്ങളുടെ ദുരൂഹത നീക്കാൻ, കല്ലറകൾ തുറന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചു. ഹലോ 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 കൂടത്തായിലെ കല്ലറ വിളിക്കാൻ പോകുന്നെന്ന്, അതാ ഇപ്പോൾ കോള് വന്നത്. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക്. ഇത്രയും കാലം പോലീസ് രഹസ്യമായി സൂക്ഷിച്ച കൂടത്തായി കേസ് പുതിയ ഘട്ടത്തിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരുടെ കല്ലറകൾ തുറന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചെന്ന് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. ഈ കല്ലറകൾ പൊളിക്കുമ്പോൾ സഭാവിശ്വാസികൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വാഭാവിക മരണവും ഹാർട്ട് അറ്റാക്കും ആത്മഹത്യയുമൊക്കെയായി ജനങ്ങളും പോലീസും സ്ഥിരീകരിച്ച കേസുകളിലാണ് ഇപ്പോൾ അവിശ്വസനീയമായ വഴിത്തിരിവ്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. കല്ലറ പൊളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. വിശ്വാസികളെ പള്ളിമണി അടിച്ച് ഉടനെ കൂട്ടണം. പള്ളി കയറി പോലീസിന് എന്ത് തോന്നിയാസവും കാണിക്കാന്നോ? വിശ്വാസികൾ സമ്മതിക്കത്തില്ല. നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ ബിഷപ്പിനെ കണ്ട് കാര്യത്തിന്റെ ഗൗരവം ബോധിപ്പിക്കാം. തിരുമേനി എന്തേലും വഴിയുണ്ടാക്കാതിരിക്കില്ല. എന്റെ ശവത്തി ചവിട്ടിയെ അവന്മാർക്ക് കല്ലറ തുറക്കാൻ പറ്റൂ. നീ ഒന്ന് അടങ്ങ്. അച്ഛന് പേടിയാണെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. എന്റെ പിള്ളേരുണ്ട് നാട്ടില്. നട്ടൽ വാഴപ്പിണ്ടിയാക്കാത്തവര്. നോക്കിക്കോ എന്താ കാണാൻ പോകുന്നേന്ന്.